ഓക്കെ, ഹലോ എവ്രിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ടിഷ്യൂ സിസ്റ്റത്തിനെ പറ്റിയൊക്കെയാണല്ലേ പഠിച്ചത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അനാട്ടമി ഓഫ് ഡൈക്കോട്ട്, അതേപോലെ റൂട്ടും സ്റ്റെമ്മും ലീഫും പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മോണോക്കോട്ടിന്റെ സ്റ്റെമ്മും ലീഫും റൂട്ടും ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇത്ര നേരവും ടിഷ്യൂ സിസ്റ്റം, അതേപോലെ എത്ര ടൈപ്സ് ഓഫ് ടിഷ്യൂസ്, അതുപോലെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, പെർമനന്റ് ടിഷ്യൂ, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത്, അതിന്റെ ഡിവിഷൻ ഒക്കെ കണ്ടു. പിന്നെ നമ്മൾ ടിഷ്യൂ സിസ്റ്റത്തിലേക്ക് പോയി. അത് 3 ടിഷ്യൂ സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞു, അതിനെപ്പറ്റി പഠിച്ചു. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, അതുപോലെ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം, പിന്നെന്തായിരുന്നു, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ടിഷ്യൂ സിസ്റ്റം എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി നമ്മൾ ഡൈക്കോട്ലിഡൻ അതേപോലെ മോണോകോട്ലിഡൻസിന്റെ അനാട്ടമിയാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഓരോന്നിന്റെയും, അതായത് ഇപ്പൊ റൂട്ട് ആണെങ്കിലും സ്റ്റെം, അതേപോലെ ലീവ്സ്, ഇതിന്റെ എല്ലാം ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് പിക്ചർ, ഓരോന്നിന്റെയും കൊടുത്തിട്ടുണ്ട്. ഡൈക്കോട്ട് റൂട്ട് ആണെങ്കിലും മോണോക്കോട്ടിന്റെ ആണെങ്കിലും മോണോകോട്ലിഡൻ, ഡൈക്കോട്ലിഡൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാ ചിത്രവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, ഡൈക്കോട്ട് റൂട്ട് ആണ്. അപ്പൊ ഡൈക്കോട്ട് റൂട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള ഒരു ലെയർ കാണാൻ പറ്റുന്നുണ്ട്. എന്താ അത്? എപ്പിബ്ലമ എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? എപ്പിഡെർമിസ് എന്ന് വിളിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പേരായിരിക്കും എന്ത്? എപ്പിഡെർമിസ് എന്ന്. പക്ഷെ നമുക്ക് എപ്പിബ്ലമ എന്ന് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണ്. ഔട്ടർമോസ്റ്റ് ലെയർ, ഒരു ഡൈക്കോട്ട് റൂട്ടിന്റെ ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള ലെയർ ആണ് എന്ത്? എപ്പിബ്ലമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിനെ എപ്പിഡെർമിസ് എന്ന് വിളിക്കാം. ഈ എപ്പിഡെർമിസിന്റെ തന്നെ ചില സെല്ലുകള് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് കാണുന്നുണ്ട്. പ്രൊട്രൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊജക്ട് ചെയ്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എപ്പിബ്ലമ എന്ന് പറയുന്ന ഒരു സിംഗിൾ ലെയർ സെല്ലിൽ നിന്നും ഒരു ചില സെല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്? അത് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള സെൽസ് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് റൂട്ട് ഹെയർസ്. ഇപ്പൊ റൂട്ടിലാണ്, ഇപ്പൊ നമ്മൾ ഡൈക്കോട്ട് റൂട്ടിനെ പറ്റിയിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോ റൂട്ടിലുള്ള ഹെയർ എന്താ? റൂട്ട് ഹെയർ. നമ്മൾ സ്റ്റെമ്മിലാണെങ്കിൽ എന്ത് പറഞ്ഞു? ട്രൈക്കോംസ് എന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൈക്കോംസ് ആൻഡ് റൂട്ട് ഹെയർസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എപ്പിഡെർമിസ് ഉണ്ട്, അതേപോലെ സ്റ്റൊമാറ്റ ഉണ്ട്, പിന്നെ വരുന്നതാണ് എന്ത്? ട്രൈക്കോംസ് ആൻഡ് ഹെയേഴ്സ് എന്ന് പറയുന്നത്, അതായത് റൂട്ട് ഹെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ പഠിച്ചു ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൈക്കോംസ് ആൻഡ് റൂട്ട് ഹെയേഴ്സ് എന്താന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, റൂട്ട് ഹെയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? യൂണിസെല്ലുലർ ആണ് അല്ലെ? അതാണ്. അപ്പൊ യൂണിസെല്ലുലർ ആണ് റൂട്ട് ഹെയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ട്രൈക്കോംസ് അല്ലെങ്കിൽ സ്റ്റെമ്മിലുള്ള ഹെയേഴ്സ് എന്താണ്? അത് മൾട്ടി സെല്ലുലർ ആയിരിക്കും. ഓക്കെ, അപ്പൊ റൂട്ട് ഹെയേഴ്സ് എന്ന് പറയുന്നത് യൂണിസെല്ലുലർ ആണ്. അത് എപ്പിബ്ലമ അല്ലെങ്കിൽ എപ്പിഡെർമിസ് എന്ന് പറയുന്ന ഒരു ഔട്ടർമോസ്റ്റ് ലെയർ, അതിന്റെ ചില സെല്ലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വെളിയിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള സെല്ലുകളെയാണ് നമ്മൾ റൂട്ട് ഹെയർ എന്ന് പറയുന്നത്. റൂട്ട് ഹെയർ അല്ലെങ്കിൽ എപ്പിബ്ലമ, അതിന്റെ തൊട്ട് താഴെയുള്ള ലെയർ നിങ്ങൾക്ക് കാണാലോ അല്ലെ? അതെന്താണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? കോർട്ടെക്സ് എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കോർട്ടെക്സിൽ വലുതായിട്ട് എന്താ പറയാ, വേറെ സെൽസുകളൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് അത് എങ്ങനെയാണുള്ളത്? പാരൻ കൈമ കൊണ്ടാണ് അത് ഉള്ളത്. അപ്പോ ദ കോർട്ടെക്സ് കൺസിസ്റ്റ് ഓഫ് തിൻ വാൾഡ് ആയിട്ടുള്ള പാരൻ കൈമയാണ് കോർട്ടെക്സിൽ ഉള്ളത്. അപ്പൊ നമുക്കറിയാം, പാരൻ കൈമ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള സെല്ലുകളാണ്. അതിന്റെ ഇന്റർസെല്ലുലർ സ്പേസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? പാരൻ കൈമ എന്ന് പറയുന്നത് ഏതിലാണ് വരുന്നത്? സിമ്പിൾ ടിഷ്യൂസിലാണ് വരിക.
പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുന്നത് ഇസ് ഡിവൈഡഡ് ഇൻറ്റു സിമ്പിൾ ടിഷ്യൂ ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂ. അതിൽ സിമ്പിൾ ടിഷ്യൂസിൽ വരുന്നതാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിറൻകൈമ. അതിലുള്ളതാണ് പാരൻകൈമ എന്ന് പറയുന്നത്. അപ്പോ അതൊക്കെ നമ്മൾ ഇന്ന് റിക്കവർ ഇങ്ങനെ ഓർത്തെടുക്കണം, റീകോൾ ചെയ്തെടുക്കണം ഇങ്ങനെ പറയുന്ന സമയത്ത്. അപ്പൊ കോർട്ടെക്സ് എന്ന് പറയുന്നത് പാരൻകൈമ എന്ന് പറയുന്ന തിൻ വോൾഡ് ആയിട്ടുള്ള സെല്ലുകൾ കൊണ്ട് വളരെ കുറച്ച് മാത്രം ഇന്റർ സെല്ലുലാർ സ്പേസുകൾ, സെല്ലിനിടയിലുള്ള സ്പേസ് എന്താണ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് കോർട്ടെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിന്റെ കോർട്ടെക്സ് ആണ്? ഡൈക്കോട്ട് റൂട്ടിന്റെ കോർട്ടെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി കോർട്ടെക്സിന്റെ ഏറ്റവും ഉള്ളിലത്തെ ലെയർ, കോർട്ടെക്സിന്റെ ഏറ്റവും ഉള്ളിലത്തെ ലെയർ ആണ് എൻഡോഡെർമിസ്. എൻഡോഡെർമിസ് എന്ന് പറയുന്നത് കോർട്ടെക്സിന്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന, കോർട്ടെക്സിന്റെ ഉള്ളിൽ എന്ന് ഉള്ളിലാണ് എന്തുള്ളത്? എൻഡോഡെർമിസ് എന്ന് പറയുന്നതുള്ളത്. എൻഡോഡെർമിസ് നമുക്ക് ചിത്രത്തിൽ കാണാം. അത് ഒരു ലെയർ ആണ്, ഒറ്റ ലെയർ ആണ് അതിനുള്ളത്. അതേപോലെ അത് ബാരൽ ഷേപ്പ്ഡ് സെല്ലുകളാണ് എന്ന് പറയാം. ബാരൽ ഷേപ്പ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സിലിണ്ട്രിക്കൽ എന്നുള്ളതാണ് അർത്ഥം. സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് ആ ഒരു സെല്ലിന് ഉള്ളത്. അതിന്റെ ഇന്റർസെല്ലുലർ സ്പേസ് നമുക്ക് ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവും, അതിൽ ഇന്റർസെല്ലുലർ സ്പേസ് ഇല്ല. അപ്പൊ സിംഗിൾ ലെയർ ആയിട്ടുള്ള ബാരൽ ഷേപ്പ്ഡ് സെല്ലുകളാണ്, അതിൽ ഇന്റർസെല്ലുലർ സ്പേസുകൾ ഇല്ല. അങ്ങനെയുള്ള ആ ഒരു ലെയർ ഓഫ് ബാരൽ ഷേപ്പ്ഡ് സെൽ എന്താണ്? എൻഡോഡെർമിസ് എന്നാണ് ആ ലെയറിനെ അറിയപ്പെടുന്നത്. അത് കോർട്ടെക്സിന്റെ ഉള്ളിലായിട്ടാണ് കാണപ്പെടുന്നത്. അതിന് ഇന്റർസെല്ലുലാർ സ്പേസുകൾ ഇല്ല. ഇനി ഈ എൻഡോഡെർമിസ് സെൽസിന് ഒരു ഡെപ്പോസിഷൻ ഉണ്ട്. അതായത് അതിന്റെ ടാൻജൻഷ്യൽ ആൻഡ് റേഡിയൽ വാൾ എന്ന് പറയും. ടാൻജൻഷ്യൽ ആൻഡ് റേഡിയൽ വാൾ. അതായത് ടാൻജൻഷ്യൽ ആൻഡ് റേഡിയൽ വാൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു സെല്ല് എന്ന് വെച്ചാൽ, അതായത് എൻഡോഡെർമിസിന്റെ സെല്ല് ഇതാണ്. ഓക്കെ, അപ്പൊ അതില് ടാൻജൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ? നമുക്കറിയാം ടാൻജൻസ് അറിയാലോ, ഇതല്ലേ ടാൻജൻസ് എന്ന് പറയുന്നത്. ടാൻജൻഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ റേഡിയൽ എന്ന് പറയുമ്പോൾ എന്താ? ഈ റേഡിയസ് നമുക്കറിയാലോ, അത് തന്നെയാണ് റേഡിയൽ എന്ന് ഉദ്ദേശിക്കുന്നത്. റേഡിയൽ ആയിട്ടും ടാൻജൻഷ്യൽ ആയിട്ടും എന്തുണ്ട്? ഒരു മെറ്റീരിയൽ ഡെപ്പോസിഷൻ ഉണ്ട് എൻഡോഡെർമിസ് സെല്ലില്. ഒരു വെള്ളം കടത്തിവിടാത്ത വാക്സി ആയിട്ടുള്ള മെറ്റീരിയൽ, സ്യൂബറിൻ എന്ന് പറയുന്ന വാക്സി ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡെപ്പോസിഷൻ ഈ എൻഡോഡെർമൽ സെൽസിൽ ഉണ്ട്. അതെങ്ങനെയാ അറിയോ? സ്ട്രിപ്പ് പോലെയാണ്. അതിന് പറയുന്ന പേരാണ് കാസ്പെറിയൻ സ്ട്രിപ്സ്. സ്ട്രിപ്പ് പോലെ, സ്ട്രിപ്സ് എന്ന് പറയുന്നത് റിബൺ പോലെ വാക്സ് ഉള്ള, സ്യൂബറിൻ എന്ന് പറയുന്ന വാക്സ് മെറ്റീരിയലും അതുപോലെ അത് വെള്ളം കടത്തിവിടില്ല. അങ്ങനെ വെള്ളം കടത്തിവിടാതെ എൻഡോഡെർമസ് സെല്ലുകളിൽ ടാൻജൻഷ്യലും, ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന പോലെ ടാൻജൻഷ്യൽ ആയിട്ടും റേഡിയൽ ആയിട്ടും എന്തുണ്ട്? ഓരോ സെല്ലിലും ഈ ഒരു മെറ്റീരിയൽ ഡെപ്പോസിഷൻ ഉണ്ട്. അത് സ്ട്രിപ്പ് പോലെയാണ് ഉണ്ടാവുക. അതിന്റെ പേരാണ് എന്ത്? കാസ്പെറിയൻ സ്ട്രിപ്സ് എന്ന് പറയുന്നത്. ഇനി എൻഡോഡെർമിസിന്റെ അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലെയർ എന്ന് പറയുന്നത് പെരിസൈക്കിൾ ആണ്. പെരിസൈക്കിളും പാരൻകൈമാറ്റസ് സെല്ലുകൾ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അത് തിക്ക് വാൾഡ് ആണ്. നമ്മൾ കോർട്ടെക്സ് പറഞ്ഞു കോർട്ടെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് തിൻ വാൾഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റസ് സെല്ലാണ്. അത് തിൻ വാൾഡ് ആയിരുന്നു. പക്ഷേ പെരിസൈക്കിൾ എത്തിയപ്പോൾ വ്യത്യാസം എന്താണ്? അത് തിക്ക് വാൾഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റസ് സെല്ലുകൾ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? പെരിസൈക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ എൻഡോഡെർമസിന്റെ തൊട്ട് താഴെയാണ് പെരിസൈക്കിൾ ഉള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? മേലെയുള്ള ലെയർ എന്ന് പറഞ്ഞ എപ്പിബ്ലമ അല്ലെങ്കിൽ എപ്പിഡെർമിസ്. പിന്നെ പ്രൊട്രൂഡ് ചെയ്തിട്ട് യൂണിസെല്ലുലർ ആയിട്ടുള്ള റൂട്ട് ഹെയർസ് ഉണ്ട്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് പാരൻകൈമാറ്റസ്, തിൻ വാൾഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റസ് സെല്ലുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് എൻഡോഡെർമിസ്, സിംഗിൾ ലെയേർഡ് ആയിട്ടുള്ള ബാരൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള, അതിൽ കാസ്പെറിയൻ സ്ട്രിപ്പുകളുള്ള എന്തുണ്ട്? എൻഡോഡെർമിസ് ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ടുള്ള തിക്ക് വാൾഡ് പാരൻകൈമാറ്റസ് സെല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പെരിസൈക്കിൾ ഉണ്ട്. ഇത്രയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ ആ ഒരു ലെയേഴ്സിന്റെ
അറേഞ്ച്മെന്റ് നിങ്ങൾ പഠിക്കണം. എന്നാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ആദ്യം എന്താണ്, പിന്നെ അതിനുശേഷമുള്ള കോർട്ടെക്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പിന്നെ അതിനുശേഷം എൻഡോഡെർമിസിന്റെ ഷേപ്പും അതുപോലെ അതിൽ കാസ്പ്രിൻ സ്ട്രിപ്പ് ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഇത് കുറെ എല്ലാം കൂടി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. ഡൈക്കോട്ട് റൂട്ട് ഒക്കെ പഠിക്കുന്നു, മോണോകോട്ട് റൂട്ട് പഠിക്കുന്നുണ്ട്, പിന്നെ ഡൈക്കോട്ട് സ്റ്റെം പഠിക്കുന്നുണ്ട്, മോണോകോട്ട് സ്റ്റെം പഠിക്കുന്നുണ്ട്, പിന്നെ ലീഫും അതുപോലെ പഠിക്കുന്നുണ്ട്. അപ്പോ ഇതിൽ ഓരോന്നും പഠിക്കുന്ന സമയത്ത് അതില് പെക്യുലാരിറ്റി എന്താന്ന് പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പഠിച്ചേക്കുന്നത്. അതായത് അതിലെ സവിശേഷത എന്താണ്. ഇപ്പൊ ഡൈക്കോട്ട് റൂട്ട് പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ ഏറ്റവും ഒരു സവിശേഷതയായിട്ട് നിങ്ങൾക്ക് തോന്നിയ എന്താണ്, കാസ്പ്രിയൻ സ്ട്രിപ്പ് ഉണ്ട്. അപ്പൊ കാസ്പ്രിയൻ സ്ട്രിപ്പ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. വേറെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഒന്നും കൂടി പെക്യുലാരിറ്റി ഒന്നും കൂടി നോക്കി വെക്കുക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് പെരിസൈക്കിൾ ആണ് അല്ലെ. പെരിസൈക്കിൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പെരിസൈക്കിളില് ലാറ്ററൽ റൂട്ട്സ്, അതായത് സൈഡിലേക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ റൂട്ടുകളില്ലേ, അതെല്ലാം ഫോം ചെയ്യുന്നത് ഈ പെരിസൈക്കിളിൽ നിന്നാണ്. അതേപോലെ സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് പറയുമ്പോൾ യങ് സ്റ്റേജ് കഴിഞ്ഞ് പ്ലാന്റ്സ് എന്താണ് ഒരു സ്റ്റേജ് കഴിഞ്ഞ്, യങ് സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാലാണല്ലോ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്ന ഫേസിലേക്ക് പോകുന്നത്. ആ സമയത്ത് വാസ്കുലർ കാമ്പിയം എന്ന് പറയുന്നത് തുടങ്ങുന്നത് പെരിസൈക്കിളിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഇനിസിയേഷൻ ഓഫ് ലാറ്ററൽ റൂട്ട്സ് ആൻഡ് വാസ്കുലർ കാമ്പിയം ഡ്യൂറിംഗ് ദ സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് വാസ്കുലർ കാമ്പിയം ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ലാറ്ററൽ റൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്നതും എല്ലാം ഈ സെല്ലുകളിലാണ് നടക്കുന്നത്. ഇനി നമ്മൾ ഏറ്റവും നടുവിലത്തെ ഭാഗം പിത്ത് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിത്ത് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് കാണാം, പിത്ത് എന്ന് പറയുന്നത് എന്താ, വളരെ കുറച്ചേ ഉള്ളൂ അല്ലെ, വളരെ ചെറുതാണ്. ഇൻകൺസ്പീഷ്യസ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ സ്മോൾ ആയിരിക്കും. സ്മോൾ എന്ന് പറയുന്നത് നമുക്ക് ചെറുതാണ്, കുറച്ചേ ഉള്ളൂ. ഇൻകൺസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പോലും പറ്റാത്ത വിധം ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവണം എന്ന് തന്നെ ഇല്ല. അപ്പൊ പിത്ത് സ്മോൾ ആണ് അല്ലെങ്കിൽ ഇൻകൺസ്പീഷ്യസ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി സൈലം ആൻഡ് ഫ്ലോയം. സൈലം ഫ്ലോയം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈലം ആൻഡ് ഫ്ലോയത്തിന്റെ ഈ ഇടയിലുള്ള, അതിന്റെ രണ്ടിന്റെയും ഇടയിൽ കാണപ്പെടുന്ന പാരൻകൈമാറ്റ സെല്ലുകളുണ്ട്. അതിനെയാണ് നമ്മൾ കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. അതായത് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇവിടെ ഈ യെല്ലോ കളറിൽ ഞാൻ വരയ്ക്കുന്നില്ലേ, അവിടെ അതാണ് കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് ദ പാരൻകൈമാറ്റ സെൽ വിച്ച് ഇസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ എന്താണ്, പ്രസന്റ് ബിറ്റ്വീൻ ദ സൈലം ആൻഡ് ഫ്ലോയം എന്ന് പറയുന്നതാണ് കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. പിന്നീട് ഒരു കാമ്പിയൽ റിംഗ് ഫോം ചെയ്യും ഈ സൈലം ഫ്ലോയത്തിന്റെ ഇടയിൽ. പിന്നീട് സെക്കൻഡറി ഗ്രോത്ത് നമ്മൾ പഠിക്കും. അപ്പൊ സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് സൈലം ആൻഡ് ഫ്ലോയം എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിൽ, അതായത് സൈലം ഫ്ലോയത്തിന്റെയും ഇടയിലാണ് ഫോം ചെയ്യുക. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് പെരിസൈക്കിളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കൺജങ്ക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. അതിൽ കൺജങ്ക്റ്റീവ് ടിഷ്യൂസിൽ കുറച്ച് സെല്ലുകളും പെരിസൈക്കിളിലെ സെല്ലുകളൊക്കെ കൂടി ചേർന്നിട്ടാണ് ആ കാമ്പിയൽ റിംഗ് ഫോം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോ സൈലം ആൻഡ് ഫ്ലോയത്തിന്റെ ഇടയിൽ ഉള്ള പാരൻകൈമാറ്റ സെല്ലുകളാണ് കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. അത് കുറച്ച് സൈലം ആൻഡ് ഫ്ലോയം പാച്ചസുകളായിട്ട് ഒരു രണ്ടോ നാലോ സൈലം ആൻഡ് ഫ്ലോയം പാച്ചുകളായിരിക്കും. അതിനെയാണ് നമ്മൾ കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്ന് പറയാം. അതായത് ഈ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ കാണപ്പെടുന്ന കുറച്ച് ടിഷ്യൂസ്, അതിങ്ങനെ രണ്ടോ നാലോ സൈലം ഫ്ലോയം പാച്ചുകളായിരിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതാണ് കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. പിന്നീട് ഒരു കാമ്പിയം റിംഗ് ഈ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ ഉണ്ടാവുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് പെരിസൈക്കിളിലെ കുറച്ച് സെല്ലുകളും ഈ കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന അതിൽ സെല്ലുകളും കൂടി ചേർന്നിട്ടാണ് ഒരു കാമ്പിയൽ റിംഗ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് പിന്നീട് അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. അപ്പൊ നമുക്കത് പഠിക്കാം. പിന്നെ പറയുന്ന ഒരു കാര്യം, ഈ എല്ലാ ടിഷ്യൂസും, അതായത് എൻഡോഡെർമിസിന്റെ ഉള്ളിലുള്ള എല്ലാ ടിഷ്യൂസും ഉണ്ടല്ലോ, പെരിസൈക്കിൾ, വാസ്കുലർ ബണ്ടിൽസ്, പിന്നെയുള്ളത് എന്താണ്, പിത്ത്, ഇതിനെല്ലാം കൂടി വിളിക്കുന്ന പേരാണ് സ്റ്റീൽ എന്ന്. STELE, സ്റ്റീൽ.
അപ്പൊ ഓൾ ടിഷ്യൂസ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ എൻഡോഡെർമിസ്, എൻഡോഡെർമിസിന്റെ ഉള്ളിലുള്ള എല്ലാ ടിഷ്യൂസും അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളും ഏതൊക്കെയാണ്? പെരിസൈക്കിൾ വരുന്നുണ്ട്, വാസ്കുലർ ബണ്ടിൽ വരുന്നുണ്ട്, പിത്ത്, ഇത് മൂന്നും ആണല്ലോ ഉള്ളത്. ഈ മൂന്നിനെ വിളിക്കുന്ന പേരാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് അത്രയേ ഉള്ളൂ. ഇത് റൂട്ടാണ്. റൂട്ടിൽ നമുക്കറിയാം മെറ്റാസൈലം എന്ന് പറയുന്നത് ഉള്ളിലേക്കും പ്രോട്ടോസൈലം വെളിയിലേക്കുമാണ്. സോ അറേഞ്ച്മെന്റ് എന്താണ്? എക്സാർക്ക് അറേഞ്ച്മെന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. എക്സാർക്ക് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് റൂട്ടിലാണ് കാണപ്പെടുക. മെറ്റാസൈലം ടുവാർഡ്സ് ദ പിത്തും പ്രോട്ടോസൈലം ടുവാർഡ്സ് ദ പെരിഫറി. പെരിഫറി എന്ന് പറയുമ്പോൾ എന്താ? പുറത്തേക്കായിരിക്കും പ്രോട്ടോസൈലം ഉണ്ടാവുക, മെറ്റാസൈലം ഉള്ളിലേക്ക് പിത്തിലേക്കായിരിക്കും ഉണ്ടാവുക. സച്ച് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് അല്ലെ, അങ്ങനെയുള്ള സൈലം അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എൻഡാർക്ക് സൈലം അറേഞ്ച്മെന്റ് ആണ് ഇതിനുള്ളത്. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കറിയാം റൂട്ടിലാകുമ്പോൾ എന്താണ്? റേഡിയൽ ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസിന്റെ അറേഞ്ച്മെന്റ് റേഡിയൽ ആണ്. റേഡിയൽ എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽസിൽ പഠിച്ചതാണ്. അതേപോലെ എന്താണ് പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈപ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് നമ്മൾ പഠിച്ചു. കൺജോയിന്റ് ഉണ്ട്, അതേപോലെ റേഡിയൽ ഉണ്ട്. നമുക്ക് അതിനെ പറ്റിയൊക്കെ നമ്മൾ കൺജോയിന്റ് ഓപ്പണെ പറ്റിയും കൺജോയിന്റ് ക്ലോസ്ഡ് അതിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിനെ പറ്റിയൊന്നും ഇനി പറയാൻ ഇല്ല. അപ്പൊ ഡൈക്കോട്ട് റൂട്ട് ഇത്രയേ ഉള്ളൂ. ആ ലെയേഴ്സ് ഓരോന്നും മനസ്സിലാക്കുക. എപ്പിഡമിസ് എന്താണ്, അതേപോലെ എപ്പിഡമിസിലൊന്നും വലിയൊരു പെക്യുലാരിറ്റി ഒന്നും ഇല്ല, എല്ലാത്തിലും അത് തന്നെയാണ്. പിന്നെ കോർട്ടെക്സിൽ ചില സെല്ലുകളിൽ മാറ്റങ്ങൾ വരും, അതേപോലെ തന്നെ പെരിസൈക്കിളിൽ വ്യത്യാസങ്ങൾ വരും. പിന്നെ സൈലം അറേഞ്ച്മെന്റ് വ്യത്യാസമായിരിക്കും, ചിലതിൽ പിത്ത് കൂടുതലായിരിക്കും. അതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ ഡൈക്കോട്ട് റൂട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മോണോകോട്ട് റൂട്ട് നോക്കാം. മോണോകോട്ട് റൂട്ട് പറയുന്ന സമയത്ത് ഇതേപോലെ തന്നെ മോണോകോട്ട് റൂട്ടിലും അനാട്ടമി എന്ന് പറയുന്ന ഡൈക്കോട്ട് റൂട്ട് പോലെ തന്നെയാണ് ഏകദേശം ഒക്കെ ഉള്ളത്. മോണോകോട്ട് റൂട്ടിലും സെയിം തന്നെയാണ് അനാട്ടമി എന്ന് പറയുന്നത്, ഓൾമോസ്റ്റ് എല്ലാം സിമിലർ ആണ്. ഇതിനും എപ്പിഡെർമിസ് ഉണ്ട്, കോർട്ടെക്സ് ഉണ്ട്, എൻഡോഡെർമിസ് ഉണ്ട്, പെരിസൈക്കിൾ, വാസ്കുലർ ബണ്ടിൽ, പിത്ത്, നമ്മളിപ്പോ പറഞ്ഞ സംഭവം തന്നെയാണ്. വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഡൈക്കോട്ട് റൂട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കൂടുതലും വാസ്കുലർ ബണ്ടിൽസ് കൂടുതലാണ്, അല്ലെങ്കിൽ സൈലം ബണ്ടിൽസ് കൂടുതലാണ്. മോണോകോട്ട് റൂട്ടില് സൈലം ബണ്ടിൽസ് എന്താണ്? കൂടുതലാണ് എന്നുള്ളതാണ് ഇതിന് വ്യത്യാസം ഉള്ളത്. അതായത് പൊതുവെ ഇതിന് മോർ ദാൻ 6, 6ൽ കൂടുതൽ സൈലം ബണ്ടിലുകൾ ഉണ്ടാവും. അത് പ്രോട്ടോസൈലം മെറ്റാസൈലം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ, ആ ഒരു പിക്ചർ കണ്ടില്ലേ കഴിഞ്ഞ ഇതിൽ കാണിച്ച പിക്ചറിൽ നമ്മൾ പ്രോട്ടോസൈലം മെറ്റാസൈലം എന്ന് പറഞ്ഞ് കാണിച്ചല്ലോ. ആ നമ്പർ നമുക്ക് ഡൈക്കോട്ട് റൂട്ടില് കുറവായിരിക്കും. ഡൈക്കോട്ട് റൂട്ടില് ഒരു 3ഓ 4ഓ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ ചിത്രത്തിൽ 4എണ്ണം ഉണ്ടല്ലോ, അത് നമ്മൾ ടെട്രാർക്ക് എന്ന് പറയും. അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന സൈലം ബണ്ടിൽസിന്റെ അറേഞ്ച്മെന്റിനെ നമ്മൾ ടെട്രാർക്ക് എന്ന് പറയാം നമുക്ക്. ഇനി മോണോകോട്ട് റൂട്ടിൽ നോക്കുകയാണെങ്കിൽ അത് ഒരു 6 എണ്ണം ഒക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ 6ൽ കൂടുതൽ നമുക്ക് ഈ സൈലം ബണ്ടിലുകൾ എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. അത്രേ വ്യത്യാസമുള്ളൂ. മോണോകോട്ട് റൂട്ടിൽ സൈലം ബണ്ടിലുകൾ കൂടുതലായിരിക്കും, ഒരു മോർ ദാൻ 6 ആയിരിക്കും. പക്ഷെ ഡൈക്കോട്ട് റൂട്ടിൽ എന്താണ്? ഡൈക്കോട്ട് റൂട്ട് എന്ന് പറയുന്നതിൽ ഒരു 3ഓ 4എണ്ണമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മോണോകോട്ട് റൂട്ടിൽ പിത്ത് എന്ന് പറയുന്നത് വലുതാണ്, അതുപോലെ വളരെ ഡെവലപ്ഡ് ആയിരിക്കും. നമ്മൾ ഡൈക്കോട്ട് റൂട്ടിൽ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഡൈക്കോട്ട് റൂട്ടില് പിത്ത് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അല്ലെങ്കിൽ ഇൻകൺസ്പീഷ്യസ് ആണെന്ന് പറഞ്ഞു. അതായത് ചിലപ്പോ ഒട്ടും കാണാത്ത പോലുള്ള ഒരു അവസ്ഥയായിരിക്കും, ഒട്ടും കാണില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ വളരെ ചെറുതായിരിക്കും. പക്ഷെ മോണോകോട്ട് റൂട്ടിൽ വന്നപ്പോ ഒരു വ്യത്യാസം എന്താണ്? അതിൽ വലിയ പിത്താണ്, വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള പിത്താണ്. അതേപോലെ മോണോകോട്ടിലിഡൻ റൂട്ട് എന്ത് ചെയ്യില്ല? സെക്കൻഡറി ഗ്രോത്ത് എന്ത് ചെയ്യില്ല? അണ്ടർഗോ ചെയ്യില്ല. നമ്മൾ ഡൈക്കോട്ട് റൂട്ടിൽ പറഞ്ഞ സമയത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കാമ്പിയത്തിന്റെ പ്രസൻസ് പറഞ്ഞു, അതേപോലെ പിന്നീട് അത് സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് പിന്നീട് അത് കാമ്പിയൽ റിങ് ഫോം ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു സെക്കൻഡറി ഗ്രോത്തിന് ഒരു ചാൻസ് ഉണ്ട് അല്ലെ ഡൈക്കോട്ട് റൂട്ടില്. പക്ഷെ മോണോകോട്ട് റൂട്ടിൽ എന്താണ്? മോണോകോട്ട് റൂട്ടില് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത് നടക്കില്ല. അപ്പോ വ്യത്യാസങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് ഉണ്ട്. ഞാനത്
സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഡിഫറൻസ് അപ്പൊ പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക ഡൈക്കോട്ട് റൂട്ടും അതുപോലെ മോണോകോട്ട് റൂട്ടും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഡൈക്കോട്ട് റൂട്ടില് വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഒരു ടെട്രാർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു 3-4 ഒക്കെ ഉണ്ടാവുള്ളൂ വാസ്കുലർ, അതായത് സൈലം ബണ്ടിലുകൾ. വാസ്കുലർ ബണ്ടിൽസ് എന്നല്ല, സൈലം ബണ്ടിലുകൾ. പക്ഷെ മോണോകോട്ട് റൂട്ടിൽ എന്താണ്, മോർ ദാൻ 6 ആയിരിക്കും. നമ്മൾ പോളിയാർക്ക് എന്ന് പറയും. അത് 6ൽ കൂടുതൽ സൈലം ബണ്ടിലുകൾ മോണോകോട്ട് റൂട്ടിൽ ഉണ്ടാവും. പിത്ത് വലുതായിരിക്കും. അതുപോലെ ഇത് സെക്കൻഡറി ഗ്രോത്ത് അണ്ടർഗോ ചെയ്യില്ല. പക്ഷെ ഡൈക്കോട്ട് റൂട്ട് സെക്കൻഡറി ഗ്രോത്ത് അണ്ടർഗോ ചെയ്യും. അതുപോലെ കാസ്പ്രിൻ സ്ട്രിപ്സ് ഒക്കെ അതിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇപ്പൊ നമുക്കിന്റെ ഡിഫറൻസ് ലാസ്റ്റ് എല്ലാത്തിനും ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡൈക്കോട്ട് സ്റ്റെം ആണ്. ഓക്കെ, ഡൈക്കോട്ട് സ്റ്റെം ആണ് ഞാൻ പറയാൻ പോകുന്നത്. അത്ര ക്ലിയർ അല്ല പിക്ചർ, എന്നാലും ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എഴുതിയത്. എപ്പിഡെർമൽ ഹെയർ, ക്യൂട്ടിക്കിള്, എപ്പിഡെർമിസ്, അല്ലെ? അങ്ങനെയൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. കോളൻ കൈമ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ പാരൻ കൈമ, എൻഡോഡെർമിസ്, ഫ്ലോയം, കാമ്പിയം, സൈലം, പിത്ത്. ഏകദേശം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഡൈക്കോട്ട് സ്റ്റെം എന്താണെന്ന് നമുക്ക് നോക്കാം. ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഇത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഡൈക്കോട്ട് സ്റ്റെമ്മിലും നമ്മളിപ്പോ മോണോകോട്ട് റൂട്ട് അതേപോലെ ഡൈക്കോട്ട് റൂട്ട് പറഞ്ഞ പോലെ തന്നെയാണ് ഡൈക്കോട്ട് സ്റ്റെമ്മിലും. എന്താണ് ഔട്ടർ മോസ്റ്റ് ലെയർ? എന്താണ്? എപ്പിഡെർമിസ് തന്നെയാണ്. ഇതിൽ നമുക്ക് കഴിഞ്ഞതിലും കണ്ടതുപോലെ തന്നെ എപ്പിഡെർമിസ് തന്നെയാണ് ഈ ഒരു ഡൈക്കോട്ട് സ്റ്റെമ്മിലും കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് റൂട്ടില് നമുക്കറിയാം, റൂട്ടില് ക്യൂട്ടിക്കൾ ഇല്ല. ബാക്കിയുള്ള പ്ലാന്റ് പാർട്ടിലൊക്കെ ക്യൂട്ടിക്കൾ ഉണ്ട്, പക്ഷെ റൂട്ടിൽ മാത്രം ഇല്ല. അതിന്റെ എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? എന്താണ്? റൂട്ട് എന്ന് പറയുന്നത് മണ്ണിനടിയിലാണ്. അത് ഡയറക്റ്റ് ആയിട്ട് സണ്ണിന് എക്സ്പോഷറിൽ വരുന്നില്ല. അപ്പൊ അതിൽ നിന്നും എന്താണ്, വെള്ളം നഷ്ടമാവുന്നില്ല. സോ ക്യൂട്ടിക്കൾ എന്തിനാണ്? അധികമായ വെള്ളമൊന്നും ലോസ് ആവാതിരിക്കാനാണല്ലോ ഒരു വാക്സി ലെയർ പോലെയുള്ള ക്യൂട്ടിക്കൾ ഉള്ളത്. അപ്പൊ ക്യൂട്ടിക്കൾ എന്തിലുണ്ട്? സ്റ്റെമ്മിലുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാലോ. ലീവ്സിലുണ്ട്, സ്റ്റെമ്മിലുണ്ട്, റൂട്ടിലില്ല. അപ്പൊ ഇവിടെ ഒരു വ്യത്യാസം എന്താണ്? എപ്പിഡെർമിസിന്റെ മേലെ എന്തുണ്ട്? ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. അതാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ ഒരു ക്യൂട്ടിക്കിൾ വെച്ചിട്ട് എപ്പിഡെർമിസിനെ കവർ ചെയ്തിട്ടുണ്ട്. അതില് ട്രൈക്കോംസ് ഉണ്ടാവും, കുറച്ച് സ്റ്റൊമാറ്റി ഉണ്ടാവും. അപ്പൊ ട്രൈക്കോംസ് പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ട്രൈക്കോംസ് എന്ന് പറയുന്നത് സ്റ്റെം ഹെയർസ് ആണ്, മൾട്ടി സെല്ലുലർ ആണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അതിൽ ട്രൈക്കോംസ് ഉണ്ട്, കുറച്ച് സ്റ്റൊമാറ്റി ഉണ്ട്, അങ്ങനെ ക്യൂട്ടിക്കിൾ ഉണ്ട്. അതാണ് എപ്പിഡെർമിസിൽ കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ എപ്പിഡെർമിസ് നോക്കി എന്ത് കാണാൻ പറ്റും? അതിൽ ക്യൂട്ടിക്കിൾ കാണാൻ പറ്റും, അതുപോലെ ട്രൈക്കോംസ് ഉണ്ടാവും, കുറച്ച് സ്റ്റൊമാറ്റിയും ഉണ്ടാകും. അതേപോലെ ഈ എപ്പിഡെർമിസിന് തൊട്ട് താഴെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താണ് ലെയർ? എന്താണ്? കോർട്ടെക്സ് ആണ്. തന്നെയല്ലേ പറഞ്ഞത് എപ്പിഡെർമിസ്. പക്ഷേ അതായത് ഔട്ടർ ആയിട്ട് ഹൈപ്പോഡെർമിസ് ഉണ്ട്. ഹൈപ്പോഡെർമിസ് ആണ് തൊട്ട് താഴെ. എപ്പിഡെർമിസിന് തൊട്ട് താഴെയുള്ള ഭാഗമാണ് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ കാണുന്നുണ്ടല്ലോ ഹൈപ്പോഡെർമിസ്, അതായത് എപ്പിഡെർമിസിന് തൊട്ട് താഴെയാണ് എന്ത്? ഹൈപ്പോഡെർമിസ് ഉള്ളത്. ആ ഹൈപ്പോഡെർമിസ് ഉണ്ടാക്കിയിരിക്കുന്നത് കോളൻ കൈമാറ്റ സെല്ലുകൾ കൊണ്ടാണ്. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് 3 സോണുകളായിട്ടുണ്ട്. എപ്പിഡെർമിസിന് തൊട്ട് താഴെ ആ കോർട്ടെക്സ് തന്നെ. കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗം എവിടെ തൊട്ട് എവിടെ വരെയാണ്? എപ്പിഡെർമിസ് തൊട്ട് പെരിസൈക്കിൾ വരെ. എപ്പിഡെർമിസ് തൊട്ട് പെരിസൈക്കിൾ വരെയുള്ള ഭാഗത്തെ നമ്മൾ ഇവിടെ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നു. അത് 3 സോണുകളായി തിരിഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് കാണുന്നത് ഹൈപ്പോഡെർമിസ് ആണ്, അതായത് എപ്പിഡെർമിസിന് തൊട്ട് താഴെയുള്ള ഭാഗമാണ് ഹൈപ്പോഡെർമിസ്. ആ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് കോളൻ കൈമ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഹൈപ്പോഡെർമിസ്,
കോളൻ കൈമ കൊണ്ടാണ്. ഇപ്പൊ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഞാനിപ്പോ യെല്ലോ കളർ ഇതാ ഉപയോഗിക്കും. ഓക്കെ, ഈ യെല്ലോ കളറിൽ ഞാൻ വരയ്ക്കുന്നുണ്ടല്ലോ, ഇതാണ് ഹൈപ്പോഡെർമിസ്. ആ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് കോളൻ കൈമ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോളൻ കൈമ ഫംഗ്ഷൻ എന്താണ്? മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കുന്നു. യങ് ആയിട്ടുള്ള ഒരു സ്റ്റെമ്മിന് നിൽക്കാനുള്ള ഒരു ഇത് മെക്കാനിക്കൽ ഹൈപ്പോ, അത് എന്തുകൊണ്ടാണ്? കോളൻ കൈമ കൊണ്ടാണ്. അത് മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണ് നൽകുന്നത്. ഇനി ഹൈപ്പോഡെർമിസിന് താഴെയായിട്ട് നമുക്ക് പാരൻ കൈമ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. തിൻ വാൾഡ് ആയിട്ടുള്ള പാരൻ കൈമാണ്. സ്പേസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ താഴെ ഹൈപ്പോഡെർമിസിന്റെ താഴെയുള്ള ലെയർ ആണ് പാരൻ കൈമ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഞാൻ ക്ലോറൻ കൈമ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ഇവിടെ മൊത്തം പാരൻ കൈമ എന്ന് മനസ്സിലാക്കിയാൽ. സോ ഈ ഹൈപ്പോഡെർമിസ് താഴത്തെ ലെയർ, ഹൈപ്പോഡെർമസിന്റെ, അതായത് കോളൻ കൈമ കൊണ്ട് ഉണ്ടാക്കിയ ഹൈപ്പോഡെർമസിന്റെ തൊട്ട് താഴെയുള്ള ലെയർ പറയുന്നത്, അത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പാരൻ കൈമ കൊണ്ട്. വാൾഡ് ആയിട്ടുള്ള ആയിരിക്കും ഈ ലെയർ ഉള്ളത്. ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ എന്താണ്? എൻഡോഡെർമിസ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, എൻഡോഡെർമിസ് എന്ന് പറയുന്ന ആ ലെയർ. എൻഡോഡെർമിസ് എന്ന് പറയുന്ന ലെയർ ആണ് ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെ 3 തോടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ഡിഫറൻസിയേഷൻ നമ്മൾ ഡൈക്കോട്ട് റൂട്ടിൽ കണ്ടില്ലല്ലോ. ഇങ്ങനൊരു ഡിഫറൻസിയേഷൻ ഹൈപ്പോഡെർമിസ് ആയി, അതിനുശേഷം പറഞ്ഞു പാരഗൈമാറ്റിസ് എന്ന് പറയുന്നത് ഇതിലൊരു ഡിഫറൻസ് ആണ്. ഇവിടെ ഒരു എന്ന് പറയുന്നത് അത്